ഷാർജയിൽ നടപ്പാതയിലൂടെ ഓടിച്ച വാഹനം പോലീസ് പിടിച്ചെടുത്തു. നടപ്പാതയിലൂടെ അനധികൃതമായി വാഹനം ഓടിച്ച കുറ്റം ചുമത്തിയാണ് വാഹനം പിടിച്ചെടുത്തത്. ഗതാഗത നിയമങ്ങൾ ലംഘിച്ച് ഫുട്പാത്തിലൂടെ അമിത വേഗതയിൽ ഓടിച്ച കാറാണ് ഷാർജ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. കാൽനടയാത്രക്കാർക്ക് ഭീഷണിയാകും വിധമായിരുന്നു കാർ ഓടിച്ചിരുന്നത്. സോഷ്യൽ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ച ദൃശ്യങ്ങൾ കൂടി പരിശോധിച്ചാണ് നടപടി. വാഹനം തിരിച്ചറിഞ്ഞതോടെ 60 ദിവസത്തേക്കാണ് വാഹനം കസ്റ്റഡിയിലെടുത്തത്. ഇതിനു പുറമെ ഡ്രൈവർക്ക് പിഴ ചുമത്തുകയും ചെയ്തു. കൂടാതെ നിയമലംഘനങ്ങൾക്കുള്ള ട്രാഫിക് പോയിന്റ് കുറയ്ക്കുകയും ചെയ്തു. ഇത്തരം അശ്രദ്ധമായ പെരുമാറ്റം പൊതുസുരക്ഷയ്ക്ക് നേരിട്ടുള്ള ഭീഷണിയാണെന്ന് അധികൃതർ ചൂണ്ടിക്കാട്ടി. H-1B വിസയുടെ അപേക്ഷാ ഫീ കുത്തനെ ഉയർത്തിയതോടെ പഠിക്കാനായി അമേരിക്കയിലേക്ക് മക്കളെ അയക്കുന്നതിൽ ആശങ്കാകുലരാവുകയാണ് UAE മാതാപിതാക്കൾ. പലരും മക്കളെ അമേരിക്കയിൽ വിട്ട് പഠിപ്പിക്കുകയെന്ന ആലോചനയിൽ നിന്ന് മാറി ചിന്തിക്കാൻ തുടങ്ങിയതായി ഈ രംഗത്തുള്ളവർ ചൂണ്ടിക്കാട്ടുന്നു. കുടിയേറ്റ നിയമത്തിൽ വരുത്തിയ മാറ്റവും H-1B വിസയുടെ അപേക്ഷാ ഫീസ് കുത്തനെ ഉയർത്തിയത് തിരിച്ചടിയാകുന്നത് ടെക്കികൾക്ക് മാത്രമല്ല, അമേരിക്കയിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്നവരെയുമാണ്. പഠനശേഷം അമേരിക്കയിലേക്ക് കുടിയേറാൻ ശ്രമിക്കുന്നതിനെ ഇതോടെ പദ്ധതി മാറ്റുന്നതിനെ കുറിച്ച് ആലോചിക്കുകയാണ്. അമേരിക്ക സുരക്ഷിത കേന്ദ്രമല്ലാതായതോടെ മറ്റ് രാജ്യങ്ങളിലേക്ക് അപേക്ഷിക്കുകയാണ് വിദ്യാർത്ഥികൾ ഇപ്പോൾ. സ്ഥിരം രാജ്യങ്ങളായിരുന്ന കാനഡ, UK, ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങളോടും ഇപ്പോൾ വലിയ താല്പര്യം കാണിക്കുന്നില്ല. പകരം നെതർലാൻഡ്സ്, അയർലൻഡ് തുടങ്ങിയ രാജ്യങ്ങളിലേക്കാണ് കൂടുതലായി ഇപ്പോൾ അപേക്ഷകൾ എത്തുന്നത്. അടുത്ത സീസണിലേക്കുള്ള ഹജ്ജ് തയ്യാറെടുപ്പിനായി 60-ലധികം രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളുമായി അതത് ഹജ്ജ് ഓഫീസുകൾ വഴി ഏകോപനം നടത്തിയതായി മന്ത്രാലയം സ്ഥിരീകരിച്ചു. തീർത്ഥാടകരുടെ ഗതാഗത കാര്യക്ഷമത മെച്ചപ്പെടുത്തുന്നതിനായി രൂപകൽപ്പന ചെയ്ത സൗദി ബസ് സംരംഭം ആരംഭിക്കുന്നതിനായി ബന്ധപ്പെട്ട അധികാരികളുമായും ഹജ്ജ് ഓഫീസുകളുമായും 50-ലധികം മീറ്റിംഗുകൾ നടത്തി. കൂടാതെ നുസുക് മസാർ പ്ലാറ്റ്ഫോം അന്താരാഷ്ട്ര തീർത്ഥാടകർക്ക് സേവനം നൽകുന്നതിനായി 16-ലധികം കമ്പനികൾക്ക് അംഗീകാരം നൽകിയിട്ടുണ്ട്. 75-ലധികം രാജ്യങ്ങൾക്കായി ഓട്ടോമേറ്റഡ് സേവന ഡയറക്ടറികൾ പ്ലാറ്റ്ഫോമിലുണ്ട്. കൂടാതെ തീർത്ഥാടകർക്കായി 189-ലധികം ഹോസ്പിറ്റാലിറ്റി സെന്ററുകൾ സജീവമാക്കി. അന്താരാഷ്ട്ര തീർത്ഥാടകർക്ക് സേവനങ്ങൾ നൽകുന്നതിന് 24-ലധികം കമ്പനികൾക്ക് യോഗ്യത ലഭിച്ചു. സന്നദ്ധത വിലയിരുത്തലുകൾ പൂർത്തിയായി. 1447 ഹജ്ജ് സീസണിനായി വളണ്ടിയർമാരെ രജിസ്റ്റർ ചെയ്യുന്നതിനായി സാമൂഹിക ഉത്തരവാദിത്ത സംരംഭങ്ങളും പുതിയ ഡാറ്റാബേസും ആരംഭിച്ചതായി മന്ത്രാലയം ചൂണ്ടിക്കാട്ടി. NTV UAE to the world.